ഹായ് എവരിവൺ, എല്ലാവർക്കും ലേണേഴ്സ് ഹബിലേക്ക് സ്വാഗതം. +2 കമ്പ്യൂട്ടർ സയൻസിലെ 8ാമത്തെ ചാപ്റ്റർ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. അതിൻ്റെ ഒരു ബ്രീഫ് നോട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഡാറ്റാബേസ് എന്താണെന്ന് നോക്കാം. An organized collection of interrelated data stored together with a minimum redundancy which can be retrieved as desirable. അതായത് ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഡാറ്റാബേസ്. അവിടുന്ന് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ആ ഡാറ്റയെ റിട്രീവ് ചെയ്യാനും സാധിക്കും. ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ, അതൊരു കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻസിനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ഡാറ്റ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന സ്ഥലമാണ് ഡാറ്റാബേസ്. അടുത്തതാണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അഥവാ DBMS. DBMS is essentially a set of programs which facilitates storage, retrieval and management of database. അപ്പോൾ ഡാറ്റ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, ഡാറ്റാബേസ് എന്താണെന്ന് മനസ്സിലാക്കി. ഡാറ്റാബേസിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഡാറ്റ റിട്രീവ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി. അപ്പം അങ്ങനെ ഒരു ഡാറ്റാബേസ്, ഒരു സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലം, സ്റ്റോറേജ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ മെയിൻ്റനൻസും നടത്തണം അല്ലേ, അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. അപ്പം അത് മാനേജ് ചെയ്യുന്നതാണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. അപ്പം DBMS എന്ന് പറയുന്നത് എന്താ, ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്? ഈ ഡാറ്റ സ്റ്റോറേജും റിട്രീവലും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് എന്ത് DBMS എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ DBMS കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് അഡ്വാൻറ്റേജസ് ഓഫ് DBMS. കുറച്ച് കാര്യങ്ങൾ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വണ്ണാണ് ഡാറ്റ റിഡൻഡൻസി ഈസ് കൺട്രോൾഡ്. അതായത് ചില സമയത്ത് ഡാറ്റയുടെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവും അല്ലേ. അതായത് ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ എന്തെങ്കിലും ഡാറ്റ സ്റ്റോർ ചെയ്തേക്കാണെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ക്ലാസ് ടീച്ചർ നമ്മളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി നമ്മളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ബയോഡേറ്റയോ ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. ഈ സെയിം കാര്യങ്ങൾ ചിലപ്പോൾ പ്രിൻസിപ്പൾ ഇൻ ടോട്ടലായിട്ട് എല്ലാവരുടെയും കൂടെ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അവിടെ ഒരു ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റയ്ക്കുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത് ഈ DBMS വഴി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഡാറ്റ ഇൻകൺസിസ്റ്റൻസി അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതായത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡാറ്റകൾ അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് അല്ലാത്ത ഡാറ്റകൾ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്, ഇതൊക്കെ ചെക്ക് ചെയ്യുന്നതൊക്കെ ഏത് വഴിയാണ്? DBMS വഴിയാണ്. പിന്നെ ഡാറ്റ ആർ എഫിഷ്യൻ്റ്ലി ആക്സസ്ഡ്, ഡാറ്റ ഇൻറ്റഗ്രിറ്റി ഈസ് മെയിൻറ്റെയിൻ, ഡാറ്റ സെക്യൂരിറ്റി ഈസ് എൻഷുർഡ്, ഡാറ്റ ഷെയറിംഗ് ഈസ് അലൗഡ്, ഡാറ്റ സ്റ്റാൻഡേർഡൈസേഷൻ ഈസ് എൻഫോഴ്സ്ഡ്, ക്രാഷ് റിക്കവറി ഓഫ് ഡാറ്റ ഈസ് പോസിബിൾ. അതായത് നമ്മളൊരു ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ അതിന് എന്ത് നോക്കണം? സെക്യൂരിറ്റിയും ഇൻറ്റഗ്രിറ്റിയും നോക്കണം. പിന്നെ എന്ത് വേണം? നമ്മളത് എഫിഷ്യൻ്റ്ലി ഡാറ്റേനെ ആക്സസ് ചെയ്യണം അല്ലേ. പിന്നെ എന്ത് വേണം? നമുക്ക് ഈ ഡാറ്റ ആവശ്യമുള്ളപ്പോൾ റിട്രീവ് ചെയ്യാനും അത് നമുക്ക് ആവശ്യമുള്ളവർക്ക് കൈമാറാനും സാധിക്കണം. അപ്പോൾ ഒരു ഷെയറിങ്ങും ഈ DBMS അലോ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ, ഓരോ ഡാറ്റയും ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി എന്തെങ്കിലും കാരണവശാൽ ഡാറ്റ അല്ലെങ്കിൽ സിസ്റ്റം ക്രാഷ് ആയിപ്പോയി, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ആ സമയത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഡാറ്റ റിക്കവർ ചെയ്യാനും ഈ DBMS വഴി നമുക്ക് സാധിക്കും. കമ്പോണൻസ് ഓഫ് DBMS. ഫസ്റ്റ് വൺ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റാബേസ്, യൂസേഴ്സ്, പ്രൊസീജിയേഴ്സ്. ഈ 5 കമ്പോണൻസ് ആണ് DBMSൽ ഉള്ളത്. നമുക്ക് ഓരോ കമ്പോണൻസും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഹാർഡ്വെയർ. ദിസ് ഇൻക്ലൂഡ്സ് കമ്പ്യൂട്ടേഴ്സ്, സ്റ്റോറേജ് ഡിവൈസസ്, നെറ്റ്വർക്ക് ഡിവൈസസ് ആൻഡ് അതർ സപ്പോർട്ടിംഗ് ഡിവൈസസ് ഫോർ സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ ഓഫ് ഡാറ്റ. അപ്പോൾ ഹാർഡ്വെയറിൽ ഇൻക്ലൂഡ് ചെയ്യണ എന്താ? ഡാറ്റ സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകളാണ്. അതിലെന്തൊക്കെ പെടാം? കമ്പ്യൂട്ടേഴ്സ്, പിന്നെന്താ പെൻ ഡ്രൈവ്, CD, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ പെടും.
Next one, software. It consists of the actual DBMS, application programs and utilities. DBMSഉം അതിൻ്റെ അപ്ലിക്കേഷൻ പ്രോഗ്രാംസും യൂട്ടിലിറ്റീസും ഒക്കെ ചേരുന്നതാണ് എന്ത് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഡാറ്റാബേസ്. ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻഫർമേഷൻസിൻ്റെ ഫുള്ള് ചേർന്നതാണ് ഡാറ്റാബേസ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ആവശ്യമായുള്ള എല്ലാ ഡാറ്റയും കണ്ടെയ്ൻ ചെയ്യുന്നതാണ് എന്ത് ഡാറ്റാബേസ്. നെക്സ്റ്റ് വൺ, യൂസേഴ്സ്. പീപ്പിൾ ഹു ഹാൻഡിൽ ദ ഡാറ്റാബേസ്. യൂസേഴ്സ് ആരായിരിക്കും? ഡാറ്റാബേസ് ഹാൻഡിൽ ചെയ്യുന്ന യൂസേഴ്സ് ആയിരിക്കും. ഡാറ്റാബേസ് ഹാൻഡിൽ ചെയ്യുന്ന പീപ്പിൾസ് ആയിരിക്കും എന്ത് യൂസേഴ്സ് ആയിട്ട് വരിക. ദെൻ പ്രൊസീജിയർ. ഇറ്റ് റെഫേഴ്സ് ടു ദ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ദ റൂൾസ് that govern the design and use of the database. പ്രൊസീജിയേഴ്സ് എന്തായിരിക്കും? ഒരു ഡാറ്റാബേസ് എങ്ങനെ ഡിസൈൻ ചെയ്യണം അല്ലെങ്കിൽ യൂസ് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും എന്ത് പ്രൊസീജിയേഴ്സ് ആയിട്ട് വരുന്നത്. ഡാറ്റ ഓർഗനൈസേഷൻ എന്താണെന്ന് നോക്കാം. അതിൽ എന്തൊക്കെ ഉൾപ്പെടും നോക്കാം. ഡാറ്റ ഓർഗനൈസേഷനിൽ സബായിട്ട് വരുന്നത് 4 കാര്യങ്ങളാണ്: ഫീൽഡ്, റെക്കോർഡ്, ഫയല് ആൻഡ് ഡാറ്റാബേസ്. ഫീൽഡ് എന്താണ്? ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സ്റ്റോർഡ് ഡാറ്റ. നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്ന ഡാറ്റയുടെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റിനെയാണ് ഫീൽഡ് എന്ന് പറയുന്നത്. റെക്കോർഡ്, എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഫീൽഡ്സ്. ഫീൽഡ്സിന്റെ കളക്ഷനെയാണ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡുകൾ. അതായത് ഒരു ഫീൽഡും മറ്റൊരു ഫീൽഡും തമ്മിൽ എന്തോ റിലേഷൻ ഉണ്ട്, അങ്ങനത്തെ ഒരു റിലേറ്റഡ് ഫീൽഡ്സിന്റെ കളക്ഷനെയാണ് എന്ന് പറയുന്നത് റെക്കോർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഫയൽ, എ കളക്ഷൻ ഓഫ് ഓൾ ഒക്കറൻസ് ഓഫ് സെയിം ടൈപ്പ് ഓഫ് റെക്കോർഡ്സ്. സെയിം ടൈപ്പ് ഓഫ് റെക്കോർഡ്സിന്റെ കളക്ഷനാണ് ഫയൽ. ദെൻ നെക്സ്റ്റ് വൺ, ഡാറ്റാബേസ്, എ കളക്ഷൻ ഓഫ് ഫയൽസ് അസോസിയേറ്റഡ് വിത്ത് എ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഫയലുകളുടെയും കളക്ഷനാണ് ഡാറ്റാബേസ്. ഫീൽഡ് എന്ന് പറയുന്നത് എന്താ? ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ്. ആ ഫീൽഡുകളുടെ കളക്ഷനാണ് റെക്കോർഡ്. റെക്കോർഡിന്റെ കളക്ഷനാണ് ഫയല്. ദെൻ ഒരു ഓർഗനൈസേഷനെ റിലേറ്റ് ചെയ്ത എല്ലാ ഫയൽസിന്റെയും കളക്ഷനാണ് ഡാറ്റാബേസ്. Data abstraction. It is the process of hiding the complexity of database design from the users. It is implemented through 3 levels. അതായത് ഇപ്പോൾ ഒരു ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യണമെങ്കിൽ അതൊരു എന്താ പറയുക, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പക്ഷെ അതിൻ്റെ കോംപ്ലക്സിറ്റി നമ്മൾ യൂസേഴ്സിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കും. ആ പ്രോസസ്സിനെയാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അത് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് 3 ലെവൽസിലൂടെയാണ്. ആ ലെവൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡാറ്റ അബ്സ്ട്രാക്ഷന്റെ 3 ലെവൽസ് ആണ്: ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവൽ, വ്യൂ ലെവൽ. ഏറ്റവും ലോവസ്റ്റ് ലെവലാണ് ഫിസിക്കൽ ലെവൽ, മിഡിലുള്ളതാണ് ലോജിക്കൽ ലെവൽ ആൻഡ് ഹയസ്റ്റ് ലെവലാണ് വ്യൂ ലെവൽ. അപ്പൊ ആദ്യം ഫിസിക്കൽ ലെവൽ എന്താണെന്ന് നോക്കാം. The lowest level of abstraction describes how data is actually stored on secondary storage devices. അതായത് ഇതാണ് ഫിസിക്കൽ ലെവൽ എന്നുള്ളതാണ് ഏറ്റവും ലോവസ്റ്റ് ലെവല്. അതിലെന്താ നടക്കുന്നത്? എങ്ങനെയാണ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിൽ ഡാറ്റ ശരിക്കും എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്ന കാര്യങ്ങളാണ് ഫിസിക്കൽ ലെവലിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എന്താ? CD, പെൻഡ്രൈവ്, അങ്ങനത്തെ കാര്യങ്ങൾ. അതിലൊക്കെ ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഫിസിക്കൽ ലെവലിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് വൺ ആണ് ലോജിക്കൽ ലെവൽ. നെക്സ്റ്റ് ഹയർ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ വിച്ച് ഡിസ്ക്രൈബ്സ് വാട്ട് ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ ദി ഡാറ്റാബേസ് ആൻഡ് വാട്ട് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് എമംഗ് ദോസ് ഡാറ്റ. ലോജിക്കൽ ലെവല് നെക്സ്റ്റ് ഹയർ ലെവലാണ്. അതിലെന്താ? വാട്ട് ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ ദ ഡാറ്റാബേസ്. ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്ത് തരം ഡാറ്റകളാണ് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ആൻഡ് വാട്ട് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് എമംഗ് ദോസ് ഡാറ്റ. ആ ഡാറ്റകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ഈ കാര്യങ്ങളാണ് ലോജിക്കൽ ലെവലിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആൻഡ്
Third one, view level. It is the highest level of database abstraction and is the closest to the users. It describes only a part of the entire database. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ലെവലാണ് വ്യൂ ലെവൽ. അവിടെ എന്താ നടക്കുന്നത്? ആൻഡ് ഇറ്റ് ഈസ് ദ ക്ലോസസ്റ്റ് ടു ദ യൂസേഴ്സ്. യൂസേഴ്സിനോട് ഏറ്റവും ക്ലോസ് ആയിട്ട് വരുന്ന ലെവലാണ് വ്യൂ ലെവൽ. ഇറ്റ് ഡിസ്ക്രൈബ്സ് ഓൺലി എ പാർട്ട് ഓഫ് ദി എൻറ്റയർ ഡാറ്റാബേസ്. എൻറ്റയർ ഡാറ്റാബേസിന്റെ ടോട്ടൽ ഡാറ്റാബേസിന്റെ ഒരു പാർട്ട് മാത്രമാണ് ഈ ലെവലിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതാണ് നമ്മൾ യൂസേഴ്സിനോട് അതിന് ക്ലോസ് ആയിട്ട് വരുന്നത്. Data independence. The ability to modify the schema definition, data structure definition in one level without affecting the schema definition at the next higher level is called data independence. There are two levels of data independence: physical data independence and logical data independence. Data independence എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഡാറ്റ സ്ട്രക്ചർ ഡെഫിനിഷൻ ഉണ്ടാവും ഓരോ ലെവലിലും. അത് ഒരു ലെവലിലെ ഡാറ്റ സ്ട്രക്ചർ ഡെഫിനിഷൻ അതിനെ പറയുന്നതാണ് സ്കീമ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ. അത് മോഡിഫൈ ചെയ്യും. അപ്പൊ അത് അടുത്ത ഹയർ ലെവലിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് മോഡിഫൈ ചെയ്യുന്നത്. ഈ പ്രൊസീജിയറിനെയാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ എബിലിറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഒരു ലെവലിലെ സ്കീമ ഡെഫിനിഷൻ മോഡിഫൈ ചെയ്യും without affecting the schema definition of the next higher level. Okay. ഇനി ഈ ഡാറ്റ ഇൻഡിപെൻഡൻസിന് 2 ലെവൽസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസും ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസും. ഇനി ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്താണെന്ന് നോക്കാം. ഇറ്റ് refers to the ability to modify the schema followed at the physical level without affecting the schema followed at the conceptual level. അതായത് ഫിസിക്കൽ ലെവലിലുള്ള സ്കീമ ഡെഫിനിഷൻ മോഡിഫൈ ചെയ്യാനുള്ള എബിലിറ്റിയാണ്. അതായത് നമ്മൾ ഫിസിക്കൽ ലെവലിലുള്ള സ്കീമ ഡെഫിനിഷൻ മോഡിഫൈ ചെയ്യും. അതൊരിക്കലും കൺസെപ്ച്വൽ ലെവലിനെ അഫക്റ്റ് ചെയ്യില്ല. ആ എബിലിറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഇറ്റ് refers to the ability to modify a conceptual schema without causing any changes in the schema followed at view level. ഇവിടെ നമ്മൾ ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസിൽ നമ്മൾ കൺസെപ്ച്വൽ സ്കീമയാണ് മോഡിഫൈ ചെയ്യുന്നത്. എന്തിനെ അഫക്റ്റ് ചെയ്യാതെ? വ്യൂ ലെവലിനെ അഫക്റ്റ് ചെയ്യാതെ. അതാണ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഫസ്റ്റ് വൺ ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ആണ്. അവിടെ നമ്മൾ ഫിസിക്കൽ ലെവലിനെ മോഡിഫൈ ചെയ്യുകയാണ്, കൺസെപ്ച്വൽ ലെവലിനെ അഫക്റ്റ് ചെയ്യാതെ. നെക്സ്റ്റ് വൺ ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. അതിൽ നമ്മൾ കൺസെപ്ച്വൽ ലെവലിനെയാണ് മോഡിഫൈ ചെയ്യുന്നത്. എന്തിനെ അഫക്റ്റ് ചെയ്യുന്നില്ല? വ്യൂ ലെവലിനെ അഫക്റ്റ് ചെയ്യാതെ. ഇങ്ങനെ മോഡിഫൈ ചെയ്യാനുള്ള ഈ എബിലിറ്റികളെയാണ് എന്തെന്ന് പറയുന്നത്? ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. യൂസേഴ്സ് ഓഫ് ഡാറ്റാബേസ്. ഏതൊക്കെ അല്ലെങ്കിൽ ആരൊക്കെയാണ് ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. The users of a database system can be classified into 4. DBMSലെ യൂസേഴ്സിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ആണ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ അഥവാ DBA. The person who is responsible for the control of the centralized and shared database. സെൻട്രലൈസ്ഡും ഷെയർഡുമായിട്ടുള്ള ഈ ഡാറ്റാബേസിന്റെ കൺട്രോള് ആർക്കാണോ അല്ലെങ്കിൽ അതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആരാണോ അയാളാണ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. നെക്സ്റ്റ് വൺ അപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്. കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് who interact with the DBMS through application programs. അപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ആരാണ്? അവര് കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് ആണ്. അവരെന്താ ചെയ്യുന്നത്? DBMSുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. എങ്ങനെ ഇന്ററാക്ട് ചെയ്യും? ത്രൂ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്. അപ്പൊ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് വഴി DBMSുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് ആണ് application programmers. And the third one is sophisticated users.
engineers, scientists, business analysts, and others who interact with the database through their own queries to generate information. അപ്പോൾ സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആൾക്കാർ എഞ്ചിനീയേഴ്സും സയന്റിസ്റ്റും ബിസിനസ് അനലിസ്റ്റും ഒക്കെയാണ്. അവരും എന്താ ചെയ്യണത്? ഡാറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അവരെങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നത്? അവരുടെ ഓൺ ക്വറീസ് ആയിട്ടാണ് ഡാറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ചോദ്യങ്ങളിലൂടെ അവരെന്ത് ചെയ്യും? ഇൻഫർമേഷൻസ് ജനറേറ്റ് ചെയ്യും. ദെൻ ഫോർത്ത് വൺ ആണ് നെയ്വ് യൂസേഴ്സ്. People accessing data by invoking one of the application programs, clerical staff in an office, billing clerk in a supermarket, or hotels, banks, clerk, etc. are examples. അതായത് അപ്ലിക്കേഷൻ പ്രോഗ്രാംസ് വഴി ഈ ഡാറ്റ ആക്സസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇൻവോക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എന്ത്? നെയ്വ് യൂസേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ബില്ല് ചെയ്യാനിരിക്കുന്ന ആൾക്കാർ അല്ലേ? അവിടെ ഒരു ഡാറ്റാബേസ് ഉണ്ടായിരിക്കും. അവിടെയുള്ള അവരുടെ സ്റ്റോറിലുള്ള ഓരോ സാധനങ്ങളും അതിന്റെ കോഡും അതിന്റെ ബിൽ എമൗണ്ടും ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ നെയ്വ് യൂസേഴ്സ് ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ ബില്ല് ചെയ്യുന്ന ആളാണെങ്കിൽ ആ കോഡ് വെച്ചിട്ട് ഓരോന്നിന്റെ ഡീറ്റെയിൽസ് കിട്ടും അല്ലെ? അവരതാണ് ബില്ലാക്കിയിട്ട് നമുക്ക് തരുന്നത്. ബാങ്കിൽ ഉണ്ടാവും, അതുപോലെ ഹോട്ടലിൽ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരെയാണ് എന്തെന്ന് പറയുന്നത്? നെയ്വ് യൂസേഴ്സ് എന്ന് പറയുന്നത്.